ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം പങ്കാളിത്തം വഹിച്ചു. ഇത് നവോത്ഥാനത്തിന്റെ ഭാഗമായി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടതൊരു നവോത്ഥാന പ്രവർത്തനമാണ് സ്ത്രീ പുരുഷ സമത്വം, ലിംഗസമത്വം എന്നത് കേരളീയ സമൂഹത്തിൽ ഒരു ചർച്ചാ വിഷയമായി മാറി എന്നുള്ളതാണ് ഈ വനിതാ മതിൽ നൽകിയിട്ടുള്ള സന്ദേശം. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ സന്നദ്ധരായിട്ടുള്ള സംഘടനകളെ, ഇതിൽ സഹകരിച്ചവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിനന്ദിക്കുകയുണ്ടായി. ഇതിനൊരു തുടർച്ച വേണമെന്നാണ് പാർട്ടിക്കുള്ള അഭിപ്രായം. ഈ മതിൽ സംഘടിപ്പിച്ചതോടുകൂടി നിർത്തേണ്ടുന്നൊരു കാര്യമല്ല, സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമെന്ന് സെക്രട്ടേറിയറ്റ് വിലയിരുത്തുകയും ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയെ അത് കൂടുതൽ വിപുലീകൃതമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിർദ്ദേശമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി സഹകരിക്കാൻ സന്നദ്ധതയുള്ള വ്യക്തികളെയും മറ്റ് സംഘടനകളെയും കൂടി ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവണം. അതിൻ്റെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ എന്ത് വേണമെന്നുള്ളത് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി തന്നെ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശിക്കുകയുണ്ടായി. ഈ പ്രവർത്തനങ്ങൾ വന്നതിന് ശേഷം ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പൊതുവിൽ BJPയും കോൺഗ്രസും കേരളത്തിൽ സ്വീകരിച്ചു വരുന്ന നിലപാടിനെ പൊതുസമൂഹം തള്ളിക്കളയുന്നൊരവസ്ഥ വന്നുയർന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഡൽഹിയിൽ സോണിയാഗാന്ധി സ്വീകരിച്ചിട്ടുള്ള സമീപനം. കോൺഗ്രസിൻ്റെ എംപിമാർ കറുത്ത ബാഡ്ജ് വിതരണം ചെയ്യുന്നു എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കേരളത്തിലെ എംപിമാരുടെ നടപടിയെ സോണിയാഗാന്ധി വിമർശിക്കുകയും കോൺഗ്രസ് നിലകൊള്ളുന്നത് ലിംഗസമത്വത്തിന് വേണ്ടിയാണ് എന്നുള്ള നിലപാട് സോണിയാഗാന്ധി സ്വീകരിക്കുകയും ചെയ്തു. ഇതേ നിലയിലാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സ്വാഗതം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നേരത്തെ സ്വീകരിച്ച സമീപനം. ഇപ്പോൾ സോണിയാഗാന്ധി നേരത്തെ രാഹുൽ ഗാന്ധി സ്വീകരിച്ച സമീപനം സ്വാഗതാർഹമായ സമീപനമാണ് ഇവർ രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന നിലപാടിനെ കേന്ദ്ര നേതൃത്വം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു പുതിയ വഴിത്തിരിവാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നത്. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ KPCCയും പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നത്. എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉദ്ദേശം? അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാടിനെ തിരസ്കരിച്ചുകൊണ്ട് കേരളത്തിലൊരു പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാക്കാനാണോ രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്നത്? ഒരു സമുദായ സംഘടനയുടെ കാർമ്മികത്വത്തിൽ കേരളത്തിൻ്റെ പുതിയ കേരള കോൺഗ്രസ് രൂപീകരിക്കാൻ ഉള്ള ഉദ്ദേശമാണോ രമേശ് ചെന്നിത്തലക്കുള്ളത്? അല്ലെങ്കിൽ കോൺഗ്രസ് എടുത്ത നിലപാടാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് നടപ്പാക്കേണ്ടത്. സുപ്രീം കോടതി വിധി ചരിത്രപരമെന്ന് AICC വിശേഷിപ്പിച്ചിട്ടു അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ നിലപാട് സ്വീകരിച്ചത് ഒരു സമുദായ സംഘടനയുടെ നിർദ്ദേശത്തിന് വിധേയമായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഇതിലിപ്പോൾ ഒരു തിരിച്ചടിയാണ് സോണിയാഗാന്ധി ഇന്ന് സ്വീകരിച്ച നിലപാടോടുകൂടി കേരളത്തിലെ കോൺഗ്രസിനെ നേരിട്ടിരിക്കുന്നത്.
ഇതേ നിലയിൽ തന്നെ മറ്റൊരു പ്രതികരണം BJPയുടെ MP വി മുരളീധരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. മുരളീധരൻ പരസ്യമായി പറഞ്ഞത് ശബരിമലയിൽ കോടതി വിധി നടപ്പാക്കാൻ ഗവൺമെൻറ് ബാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന ഭക്തർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും ഗവൺമെൻറ്റുണ്ട് എന്ന് BJPയുടെ MP തന്നെ രാജ്യസഭാ MP ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ ഒരു MP ഡൽഹിയിൽ നിന്നുള്ള MP ഇന്നലെ ദിവസം ഒരു പ്രതികരണം നടത്തിയിരുന്നു. അത് സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണമായിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MP ആണെങ്കിലും കേരളക്കാരനായ മുരളീധരൻ നടത്തിയിട്ടുള്ള BJPയുടെ MPയുടെ ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇത് BJP നടത്തി വരുന്ന പ്രചരണത്തിനേറ്റ ഒരു ശക്തമായ തിരിച്ചടിയാണ്. കേരളത്തിൽ തന്നെയുള്ള ഒരു BJP നേതാവിൻ്റെ ഈ പ്രതികരണം. ഇതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ പരസ്യ നിലപാടും വന്നു കഴിഞ്ഞു. കേന്ദ്രത്തിലെ പ്രമുഖനായ മന്ത്രി രാംവിലാസ് പാസ്വാൻ സുപ്രീം കോടതി നിലപാടിനെ സ്വാഗതം ചെയ്യുകയും സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുകയും ചെയ്തു. ഇത് വ്യക്തമാക്കുന്നത് ഈ രണ്ടു കൂട്ടരുടെയും പാർട്ടികളുടെ അഖിലേന്ത്യാ നേതൃത്വം BJPക്കകത്തുള്ള സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗവും ഇപ്പോൾ നടക്കുന്ന സമരത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവർ നടത്തിവരുന്ന സമരപരിപാടികൾ ഈ സാഹചര്യത്തിൽ ഉപേക്ഷിക്കുന്നതാണ് BJPക്കും സംഘപരിവാറിനും നല്ലത്. അതിനു പകരം ഇവിടെ ഒരു വിഭാഗം BJP നേതൃത്വം കേരളത്തിലൊരു കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ അവർ വാട്സപ്പിൽ വഴി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ശബരിമലയെ തകർക്കണമെന്നതാണ്. RSSന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾ മാത്രമേ കേരളത്തിൽ പാടുള്ളൂ. RSSന്റെ നിയന്ത്രണത്തിൽ വരാത്തൊരു ക്ഷേത്രമാണ് ശബരിമല. അതുകൊണ്ട് ഈ ക്ഷേത്രത്തെ തകർക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന വിധത്തിലുള്ള സന്ദേശങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ സംഘപരിവാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആസൂത്രിതമായി നടക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിട്ടുള്ളത്. കേരളത്തിലൊരു കലാപം ഉണ്ടാക്കണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടിയായ CPMനെ ദുർബലപ്പെടുത്തണം. CPMൻ്റെ കേഡർമാരെ പിന്തിരിപ്പിക്കണം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ സംസ്ഥാന വ്യാപകമായി CPMൻ്റെ ഓഫീസുകളും CPIയുടെ ഓഫീസുകളും ബഹുജന സംഘടനയുടെ ഓഫീസുകളും ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായത്. പല പ്രദേശങ്ങളിലും ജനങ്ങൾ ആത്മസംയമനം പാലിച്ചതുകൊണ്ടും ജനങ്ങൾ ഇടപെട്ടതുകൊണ്ടുമാണ് കൂടുതൽ സംഭവങ്ങൾ ഇന്നലെ ഇല്ലാതായത് എന്നതാണ് വസ്തുത. പോലീസും ഇടതുപക്ഷ പ്രവർത്തകന്മാരും നല്ല ആത്മസംയമനം പാലിച്ചതുകൊണ്ടാണ് കൂടുതൽ സംഘർഷങ്ങൾ ഇല്ലാതെ പോയത്. ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള RSSന്റെ നീക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലെ വിജയിക്കാത്തതിനൊരു കാരണമുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കലാപാന്തരീക്ഷം ഉണ്ടാക്കിയത് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തകന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കലാപം ഉണ്ടാക്കിയത്. വർഗീയ പ്രചരണവും വർഗീയ ധ്രുവീകരണവും ഉണ്ടാക്കാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാധ്യമങ്ങളെയാണ് മുഖ്യമായിട്ട് അവർ ആശ്രയിച്ചിരുന്നത്. നുണകൾ പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങളെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അവർ ഉപയോഗിച്ചു. അതാണ് കലാപത്തിലേക്ക് പെട്ടെന്ന് ആളുകൾ വരുന്ന സാഹചര്യം ആ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായത്. എന്നാൽ കേരളത്തിൽ കണ്ടൊരു പ്രത്യേകത, മാധ്യമപ്രവർത്തകന്മാർ മതനിരപേക്ഷമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിനുമാണ് മുൻകൈയെടുത്തത്. അത് നവോത്ഥാന പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നൊരു മനോഭാവം
കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാരുടെ ഭാഗത്തും ഉണ്ടായി. ഇത് RSS ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകന്മാരുടെ നീക്കം ദുർബലപ്പെടുത്താനും മാധ്യമപ്രവർത്തകന്മാരെ കീഴ്പ്പെടുത്താനുമാണ് മാധ്യമങ്ങൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചത്. ഇത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന RSS നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നിലപാട് മാധ്യമപ്രവർത്തകന്മാർക്ക് നേരെ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനും ഒരു വർഗീയ കലാപത്തിലേക്ക് എത്തിക്കാനുമുള്ള നീക്കം RSS ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ജാഗ്രത പാലിക്കണം. മതനിരപേക്ഷ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ സമാധാനം സ്ഥാപിക്കാൻ സാധിക്കൂ. എല്ലായിടത്തും CPM പ്രവർത്തകന്മാർ സമാധാന പ്രവർത്തനത്തിന് വേണ്ടിയാണ് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ CPM പ്രവർത്തകന്മാർ മുൻകൈയെടുത്ത് യാതൊരുവിധ അക്രമ സംഭവങ്ങളും സംസ്ഥാനത്ത് നടത്താൻ പാടില്ല. പൂർണ്ണ സമാധാനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് പാർട്ടി പ്രവർത്തകന്മാർ ഓരോ പ്രദേശത്തും രംഗത്തിറങ്ങേണ്ടത്. ഇപ്പോൾ ചില സംഘർഷാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ സമാധാനം സ്ഥാപിക്കാൻ CPM മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം. കേരളത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് ഉള്ള പ്രവർത്തനത്തിലായിരിക്കണം പാർട്ടി പ്രവർത്തകന്മാർ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. RSSും മറ്റും ഉണ്ടാക്കുന്ന പ്രകോപനത്തിൽ പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകമായ ശ്രദ്ധ എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടാകണം. ശബരിമലയെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന RSSന്റെ പ്രചരണത്തെ അത് ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയണം. എന്നാൽ RSS നടത്തുന്ന ഈ പ്രവർത്തനത്തിന് സഹായകരമായൊരു നിലപാട് UDF സ്വീകരിക്കുന്നു എന്നുള്ളത് ഇത് UDFൻ്റെ അണികൾ ഗൗരവമായിട്ട് പരിശോധിക്കണം. കേരളത്തിൽ നടന്ന ആക്രമണത്തെ അപലപിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. ഇത്രയേറെ ആക്രമണങ്ങൾ നടന്നിട്ടും അതിൽ അപലപിക്കാൻ തോന്നാത്ത കോൺഗ്രസ് നേതൃത്വം BJPക്ക് സഹായകമായ RSSന് സഹായകമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം സംഭവങ്ങളെ ഒരു കോൺഗ്രസ് നേതാവ് വിശേഷിപ്പിച്ചത് സ്വാഭാവികമായ പ്രതികരണമെന്നാൽ ഇത് UDF നേതൃത്വം ചെന്നുപെട്ടിട്ടുള്ള അപജയത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് സംഘപരിവാറിനെ സഹായിക്കാനാണ്. ഇപ്പോൾ UDFൻ്റെ MPമാർ പ്രധാനമന്ത്രിയെ കാണുമെന്നുള്ള പ്രഖ്യാപനവും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓർഡിനൻസ് പുറപ്പെടുവിച്ച് ഈ കോടതി വിധി മറികടക്കണമെന്നുള്ളത്. ഇതാർക്കാണ് സഹായം ചെയ്യാൻ പോകുന്നത്? ഈ നിലപാട് കേരളത്തിൽ RSSനാണ് സഹായം ചെയ്യാൻ പോകുന്നത്. രണ്ടാം വിമോചന സമരം നടത്തണമെന്ന് ഒരു ഹിന്ദു ഐക്യവേദി നേതാവ് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു വിമോചന സമരം നടത്താനുള്ള പദ്ധതിക്ക് കൂട്ടുനിൽക്കാനാണോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത്? എങ്ങനെയെങ്കിലും കേരളത്തിലൊരു ഇടതുപക്ഷ വിരുദ്ധ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും ലക്ഷ്യം. അതിനുവേണ്ടിയാണ് BJP ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് കരിദിനം ആചരിച്ചുകൊണ്ട് അതിനെ സഹായിച്ചത്. കേരളത്തിൽ 91-ൽ രൂപപ്പെട്ടു വന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു. UDFും BJPയും കൂടി രൂപം കൊണ്ട ഒരു സഖ്യം, പ്രസിദ്ധമായ കോലീബി സഖ്യം. അതിൻ്റെ മറ്റൊരു രൂപം ഇവിടെ വളർന്നു വരുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. അത് വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് കോൺഗ്രസും ലീഗും യോജിക്കാനുള്ള നീക്കമാണ്, BJPയുമായി യോജിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും BJP ഇതാണ് 91-ൽ കോലീബി സഖ്യത്തിലേക്ക് എത്തിയത്. അത്തരമൊരു നീക്കത്തിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി മതനിരപേക്ഷത സംരക്ഷിക്കാൻ തയ്യാറുള്ള കോൺഗ്രസ്സുകാർ ഈ നിലപാടിനെ പരസ്യമായിട്ട് എതിർക്കണം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന കോൺഗ്രസ്സുകാർ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഈ നിലപാട് തള്ളിക്കളയാനും കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് ഉയർത്തിപ്പിടിക്കാനും
മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാർ മുന്നോട്ട് വരണം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് നടക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസം രണ്ട് ശരിയായിട്ടുള്ള അഭിപ്രായങ്ങളായിട്ട് മാറുന്ന സ്ഥിതിയാണുള്ള. കേന്ദ്ര നേതൃത്വത്തിനൊരു നിലപാടും സംസ്ഥാന നേതൃത്വത്തിന് മറ്റൊരു നിലപാടുമാണുള്ളത്. ഇത് ഭാവിയിൽ കേരളത്തിലെ കോൺഗ്രസിൽ പുതിയ ചേരിതിരിവ് സൃഷ്ടിക്കുന്ന അവസ്ഥാവിശേഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കോൺഗ്രസിനകത്ത് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനാണ് എല്ലാ കാലത്തും ഇടപെടലുള്ളത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിലുള്ള സാധാരണക്കാർ ഇന്നത്തെ കേരളത്തിലെ KPCC നേതൃത്വം സ്വീകരിച്ചു വരുന്ന തെറ്റായ നിലപാട് അത് തിരുത്തിക്കാൻ സാധാരണ കോൺഗ്രസ്സുകാർ രംഗത്തിറങ്ങണം എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടുകളെ കൂടുതൽ ആളുകൾ അംഗീകരിച്ചു വരുന്നൊരു സ്ഥിതി വരുന്നു എന്നത് പാർട്ടി യോഗം വിലയിരുത്തുകയുണ്ടായി. അത് സംബന്ധിച്ചുള്ള തുടർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ 17-ാം തീയതി ചേരുന്ന LDFൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇത് സംബന്ധിച്ച് തുടർ ക്യാമ്പയിൻ LDF എന്നുള്ള നിലയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. 10 പാർട്ടികൾ എന്നുള്ള നിലയിൽ LDF വിപുലീകരിച്ചിട്ടുണ്ട്. ആ 10 പാർട്ടികൾ ചേരുന്ന LDFൻ്റെ യോഗം 17-ാം തീയതി ചേരും. അത് സംബന്ധിച്ചുള്ള മറ്റ് പ്രചരണങ്ങൾ LDFുമായി ആലോചിച്ച് നടത്തണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പറയാം. അല്ല, വിമോചന സമരം സംഘടിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഹിന്ദു ഐക്യമുന്നണിയുടെ ഒരു നേതാവാണ്. ആ നിലപാടിനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. അത്തരമൊരു നിലപാടിനെ തള്ളിപ്പറയാൻ എന്താണ് കോൺഗ്രസ് തയ്യാറാവാത്തത്? അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളെല്ലാം നടന്നോട്ടെ എന്നുള്ള നിലപാടാണോ കോൺഗ്രസിനുള്ളത്? അതവർ വ്യക്തമാക്കണം. NSSൻ്റെ നിലപാട് ഈ ശബരിമല വിഷയത്തിൽ അവർക്ക് നേരത്തെ നിലപാടുണ്ട്. പക്ഷേ രണ്ടാം വിമോചന സമരത്തെ NSS അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അത്തരമൊരു നിലപാട് NSS സ്വീകരിക്കുന്ന സ്ഥിതി ഇപ്പോൾ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഇപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് അല്ലല്ലോ ഇപ്പോൾ കേരളത്തിൽ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നത്? ഇപ്പോൾ ഒരു സമുദായ സംഘടന മാത്രമാണ് ഈ പ്രശ്നത്തിലൊരു ശക്തമായ നിലപാട് ആദ്യം മുതലേ സ്വീകരിച്ചത്. ആ നിലപാടിന് വിധേയമായിട്ട് പ്രവർത്തിക്കേണ്ട ആളാണോ രമേശ് ചെന്നിത്തല? അല്ലെങ്കിൽ സോണിയാഗാന്ധി പറയുന്നതിന് വിധേയമായിട്ടും രാഹുൽ ഗാന്ധി പറയുന്നതിന് വിധേയമായിട്ടും അല്ലേ പ്രവർത്തിക്കേണ്ടത്? അതിന് പകരം NSSൻ്റെ ഒരു ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കേണ്ട ആളാണോ രമേശ് ചെന്നിത്തല? ഇത് അദ്ദേഹമാണ്, കോൺഗ്രസ്സുകാരാണ് തീരുമാനിക്കേണ്ടത്. NSS ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ നിലപാടുകളൊക്കെ എടുക്കാറുണ്ട്. അതൊക്കെ താൽക്കാലികമായ ചില വികാര പ്രകടനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ശക്തമായിട്ടവർ ഇതുപോലുള്ള പ്രമേയങ്ങളും പാസ്സാക്കിയിട്ടുണ്ട്. അതൊന്നും കേരളത്തിൽ അധികകാലം തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്നൊരു നിലപാടല്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായുള്ള ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. വ്യക്തിപരമായി മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുക, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ജനിച്ച സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുക. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മുഖ്യമന്ത്രി ജനിച്ച സമുദായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരവേല ചെയ്യുന്ന ആരാണ്? അത്തരം പ്രചാരവേലകൾ ചെയ്യുന്നത് കേരളത്തിൽ സഹായകരമാകുമോ? തകർന്നടിഞ്ഞു പോയ ജാതി മേധാവിത്വം പുനഃസ്ഥാപിക്കാതെ നടത്തുന്ന നീക്കത്തെ, അത്തരം ചിന്തകളെ ശക്തമായിട്ട് എതിർക്കണ്ടേ? അതിനു പകരം അത്തരം പ്രചരണങ്ങൾ നടക്കട്ടെ എന്നുള്ള നിലപാടാണോ സ്വീകരിക്കേണ്ടത്? അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടന്നു വരുന്ന ഇത്തരം പ്രചരണത്തിലൊന്നും ഞങ്ങൾ ഏതായാലും ഭയപ്പെട്ട് പിന്തിരിയാൻ പോകുന്നില്ല. ഇവിടെ ജാതീയമായ ധ്രുവീകരണമൊന്നും ഉണ്ടാക്കാൻ ആർക്കും കേരളത്തിൽ ഇന്ന് സാധ്യമല്ല. അതുകൊണ്ട് അത് നടപ്പാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് ബന്ധപ്പെട്ടവർ കഴിഞ്ഞകാല അനുഭവം വെച്ച് അവർക്ക് ബോധ്യപ്പെടണം. ഇന്നലെ നടത്തിയ വർഗീയ
അത് RSSകാർ ഉദ്ദേശിച്ച അജണ്ട കേരളത്തിൽ ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിയാത്തത് കേരളത്തിൽ ശക്തമായ മതനിരപേക്ഷ അടിത്തറയുള്ള ജനവിഭാഗം ഉള്ളതുകൊണ്ടാണ്. വർഗീയ പ്രചരണം വരുമ്പോൾ ഇവിടെ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയും. എന്നാൽ RSSൻ്റെ ഒരു വിഭാഗം ഇതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് നടന്ന പ്രചരണം വ്യക്തമാക്കുന്നത്. അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ആ പ്രചരണം നടത്തിയവരാരാണെന്ന് കണ്ടെത്തണം. ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്ത് സ്വീകരിക്കണം. വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ നടത്തുന്ന ഒരു പ്രചരണത്തെ കണ്ടിൽ നടിക്കാൻ പാടില്ല. അത് ആര് നടത്തിയാലും അത്തരക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ, അത് മുളയിൽ തന്നെ നുള്ളിക്കളിയാനും കഴിയണം. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രവർത്തകന്മാരും ജാഗ്രത പാലിക്കണം. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് കണ്ടെത്തി അത് ആ പ്രചരണം തുടരാൻ അനുവദിക്കാത്ത വിധത്തിൽ ഇടപെടാൻ ഇടതുപക്ഷ പ്രവർത്തകന്മാരും ജാഗ്രത പാലിക്കണം. എട്ട് 9 തീയതികളിൽ BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ പൊതുപണിമുടക്കം മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. തൊഴിലാളികളോട് പണിമുടക്കാൻ വേണ്ടി മാത്രമേ അവരാവശ്യപ്പെട്ടിട്ടുള്ളൂ. വ്യാപാരി വ്യവസായികളോട് പണിമുടക്കം നടത്തണം എന്ന് അവരാവശ്യപ്പെട്ടിട്ടില്ല. തൊഴിലാളികൾ പണിമുടക്കണമെന്ന് മാത്രമേ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് തൊഴിലാളികളുടെ ഒരു പണിമുടക്കമാണ് ആ ദിവസം നടക്കുന്നത്. അല്ല, സഹകരിക്കുമെന്ന് പറയുന്നതും കട അടക്കണമെന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ടല്ലോ. അല്ല, അത് അവരാണ് തീരുമാനിക്കേണ്ടത്. തൊഴിലാളികൾ പണിമുടക്കണമെന്ന് മാത്രമേ ട്രേഡ് യൂണിയൻ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. മറ്റൊരു അഭ്യർത്ഥന ട്രേഡ് യൂണിയൻ സംഘടനകളുമായിട്ട് ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇത് ദേശീയ തലത്തിലൊരു പണിമുടക്കമാണ്, സംസ്ഥാനത്ത് മാത്രമുള്ളൊരു പണിമുടക്കമല്ല. ദേശീയ തലത്തിൽ അങ്ങനെ ഒരു ആഹ്വാനവും ആരും നടത്തിയിട്ടില്ല. പണിമുടക്കം ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. പണിമുടക്കം നടത്താനുള്ള അവകാശം തൊഴിലാളികൾക്കുണ്ട്. തൊഴിലാളികൾ പണിമുടക്കട്ടെ. മറ്റുള്ള ആഹ്വാനമൊന്നും ഇതുവരെ ആരും നടത്തിയിട്ടില്ല. അല്ല, അത് ആരും ഇപ്പം അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് എത്തിക്കേണ്ട കാര്യം എന്താ? ഈ സമരം പ്രഖ്യാപിച്ച സംഘടനകൾ തന്നെ പറയുന്നു പൊതുപണിമുടക്കമാണ്. 48 മണിക്കൂർ നേരത്തെ പൊതുപണിമുടക്കമാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉറപ്പ് നൽകിയതും നിർബന്ധിച്ചടപ്പിക്കുന്നതും രണ്ടാണല്ലോ. നിർബന്ധിച്ച് കടക്കമ്പോളങ്ങൾ അടപ്പിക്കുന്നതും ആ വ്യാപാരികൾ സ്വയം നിർത്തുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. തൊഴിലാളി സംഘടനകളാരും പണിമുടക്കം മാത്രമല്ലാതെ മറ്റൊന്നും തന്നെ ആഹ്വാനം ചെയ്തിട്ടില്ല, ഇതുവരെ ആഹ്വാനം ചെയ്തിട്ടില്ല. ഇത് ദേശീയ തലത്തിലുള്ള പണിമുടക്കമാണ്, സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചൊരു പണിമുടക്കവുമല്ല. ഇത് INTUC-യും STU-യും ഉൾക്കൊള്ളുന്ന ഒരു പണിമുടക്കമാണ്. CITU AITC മാത്രമുള്ളൊരു പണിമുടക്കമല്ല. BSMS ഒഴികെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും ചേർന്ന് നടത്തുന്ന ഒരു ദേശീയ പണിമുടക്കമാണ്. നവോത്ഥാന സംരക്ഷണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ളൊരു പ്രസ്ഥാനമല്ല. സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ട സന്ദേശം പ്രചരിപ്പിക്കാനുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിൽ വ്യത്യസ്ത നിലപാടുള്ളവർ അതിൽ അംഗങ്ങളാണ്. ആ നിലപാടുകൾ അവർക്ക് എടുക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. SNDP ജനറൽ സെക്രട്ടറി ഈ നിലപാട് നേരത്തെ പറഞ്ഞതാണ്. ഈ നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അതിന് പുതുമയുള്ളൊരു അഭിപ്രായമല്ല. ശരി.